ഒരു ഒരു വരനെ കണ്ടെത്താനാണ് ഞാനിപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിവൃത്തിയോടുകൊണ്ട് പറയുകയാണ് നിങ്ങളോട്. എനിക്ക് വരനായിട്ട് വരുന്ന ആൾ നല്ല ഐറ്റും വെറ്റും വേണം, നല്ല സ്റ്റാൻഡേർഡ് സംസാരിക്കുകയും വേണം, എനിക്ക് പറ്റിയ ആളായിരിക്കണം. ഇൻഷെയ്ഡ് ചെയ്യണം, ഷൂ ഇടണം, നല്ല ലുക്കിലുള്ള നല്ല കുട്ടപ്പനായിട്ടൊരു പയ്യൻ വേണം. അതാണ് പേടിച്ച് അഞ്ചത്ത് നിസ്കരിക്കുന്ന ഒരാളും വേണം. അത്രേ ഉള്ളൂ. 40 വയസ്സിൽ കവിയാൻ പാടില്ല. 39 വയസ്സ് ഏറിപ്പോയാൽ 40 വയസ്സ്. 39 വയസ്സ്, എനിക്ക് 35 എല്ലായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് 35 ഉള്ളിൽ 38 39 ഉള്ളിൽ ഒരു ചെക്കനെ കണ്ടെത്തി തരണം. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനതാണ്. നല്ല അടിപൊളി ചെക്കൻ, നല്ല ഹൈറ്റും വെയിറ്റും, ഇരുന്നറായാലും കുഴപ്പമില്ല, നല്ല ഹൈറ്റും വെയിറ്റും നല്ല ഇൻസൈഡൊക്കെ ചെയ്ത് നല്ല ഒരു അന്തസ്സിലുള്ളൊരു പയ്യനെ വേണം എനിക്ക്. നിങ്ങൾ കൊടുത്തു തരാമോ? അത് ഞാൻ കണ്ടെത്തണോ? മാട്രിമോണിയിൽ പോകണ്ടല്ലോ. എൻ്റെ കൂടെ നിൽക്കാൻ, എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റത്തടിയായിട്ട് ജീവിക്കണം. എൻ്റെ കൂടെ പിന്നെ യൂട്യൂബായിട്ട് കൊണ്ടു നടക്കാനും എഡിറ്റ് ചെയ്യാനും ഒരാളായല്ലോ. എൻ്റെ ജീവിത പങ്കാളി ആയി കിട്ടുന്ന ആളാണെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് അഭിനയിച്ചൂടെ, വേറൊരു അഭിനയക്കാരൊന്നും വേണ്ടല്ലോ. അത് ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, നല്ലൊരു സ്റ്റാൻഡേർഡിൽ സംസാരം, എല്ലാ ഭാഷയും അറിഞ്ഞ് സംസാരിക്കണം. ഒരു 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 ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ വേണം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തോടും സ്റ്റാൻഡേർഡ് വേണം. ഉള്ളിൽ ലുക്ക് വേണം. നമ്മളൊരു ഡോക്ടറായാലും കുഴപ്പമില്ല. നിങ്ങൾ പാവപ്പെട്ട ഡോക്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചോളൂ, കുഴപ്പമില്ല. നമ്മൾ അതുപോലെ സ്റ്റാൻഡേർഡിൽ സംസാരിക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ട് സാധാരണക്കാരൊന്നും കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഡോക്ടർമാരോ അല്ലെങ്കിൽ നല്ല ഉദ്യോഗസ്ഥന്മാരോ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ബിസിനസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. നല്ല അന്തസ്സ് വേണം, സ്നേഹിക്കാൻ നല്ല മനസ്സും വേണം. എന്നെ കരിക്കരുത്, അതുള്ളൂ. ഞാൻ ഒറ്റ മോളുള്ളൂ. ഒരു യൂട്യൂബറും കൂടെ ആണല്ലേ. ഫേമസായൊരു യൂട്യൂബറിന് ഒരു പയ്യനെ കിട്ടാൻ ഒരു പണി ഉണ്ടാവില്ല. എന്നെ തേടി വരുന്നത്